ഹായ് ഹലോ മോംസ് വേൾഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ. ഞങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് നല്ലൊരു കപ്പത്തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ കപ്പ നമ്മൾ പല രീതിയിൽ ചെയ്യാറുണ്ടല്ലോ. കപ്പ ഉടച്ചേറി വയ്ക്കാറുണ്ട്, മെഴുക്കുവരട്ടി ഉണ്ടാക്കാറുണ്ട്, അല്ല കപ്പ കുഴച്ചെടുക്കാറുണ്ട്. ഇന്ന് നമുക്കൊരു തോരനായാലോ? നല്ല ടേസ്റ്റാണ് കേട്ടോ. മീൻകറി ആയാലും അല്ലാതെ ചോറിൻ്റെ കൂടെ ഇളക്കി തിന്നാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒരുപാട് വെന്ത് കുഴയാത്ത ആയിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? അപ്പോൾ അതാ ഞാൻ കപ്പ എല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ ഇതിൻ്റെ ഈ പശപ്പ് ഉണ്ടല്ലോ, മാവ് പോണക്കുള്ള ഇതെല്ലാം കംപ്ലീറ്റ് പോകുന്ന വരെ നമുക്ക് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കണം. ഒരു 3-4 വെള്ളം നല്ലപോലെ കഴുകി വെള്ളം നല്ലപോലെ തെളിഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് മാറ്റാം. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. നിങ്ങളുടെ കൂട്ടുകാർക്കും ഫാമിലി മെമ്പേഴ്സിനും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് അമർത്തിയാൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ അതാത് സമയം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാനിതാ കപ്പ വേവിക്കാനായിട്ട് വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. എപ്പോഴും നമ്മൾ നല്ല തിളച്ച വെള്ളത്തിൽ കപ്പയിട്ട് വേവിക്കുന്നത് നല്ലത് ശരീരത്തിന് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരല്പം. അതുപോലെ തന്നെ ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഉപ്പ് കപ്പയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കപ്പ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരുപാട് വെന്തുടയുന്ന കപ്പയാണെങ്കിൽ ഇത് തോരനെല്ലാം കുഴഞ്ഞു പോകും കേട്ടോ. അതല്ലെങ്കിൽ അതിന് ആ വേവിനനുസരിച്ച് ഇറക്കുകയും വേണം. അപ്പോൾ ഇത് ഇച്ചിരി വേവുന്ന കപ്പ തന്നെയാണ്, എന്നാലും ഞാൻ ഒരു 3/4 ഭാഗം വേവാകുമ്പോൾ ഞാനിത് മാറ്റും. അപ്പോൾ ഇനി നമുക്കതിനായിട്ടൊരു അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ ഞാനിതാ 2 കൈപ്പിടി തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു ചെറിയ ഒരു മുറി തേങ്ങ വരും കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു 3-4 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 7-8 ചുമന്നുള്ളി, കുറച്ച് കാന്താരി. കാന്താരിയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇതൊക്കെ ചെയ്യുന്നത് തന്നെ അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ, ഇപ്പോൾ ചെയ്യാൻ പാചകം ഒട്ടും അറിയാത്തവരൊക്കെ ഒന്ന് അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് അതിലേക്ക് ഞാൻ വീണ്ടും ഒരു ചെറിയ പീസ് ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ചെറിയ ജീരകം, അപ്പം പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത്. ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി. അപ്പം കപ്പയ്ക്ക് നമ്മൾ ഇച്ചിരി മഞ്ഞൾ ഇട്ടിട്ടുള്ളത് കൊണ്ട് ഇതിലൊരല്പം മഞ്ഞൾ ചേർത്താൽ മതി. ഒരല്പം മാത്രം മുളക് പൊടി, ഒരു ചെറിയൊരു കളർ മാറ്റത്തിന്. ഒത്തിരി ഒന്നും മുളക് പൊടി ചേർക്കരുത്. ഒരു 1/4 ടീസ്പൂണിന് താഴെ മതി. അപ്പോൾ അത് ഇട്ട് കൊടുത്തു. 2 തണ്ട് കറി ലീഫ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താൽ മതി. ഒരുപാട് അരഞ്ഞു പോകരുത്. ഇപ്പോൾ അതാ നമ്മുടെ അരപ്പെല്ലാം നമ്മളിവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കപ്പ തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നല്ലപോലെ അല്ല, ഒരു 75% വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഊറ്റാം. ഇപ്പോൾ കപ്പയൊന്നും ഉടഞ്ഞൊന്നും പോയിട്ടില്ല. ഇത് നമുക്ക് ഊറ്റി. അപ്പോൾ ഇത് കയ്പൊന്നും ഇല്ല കേട്ടോ. കട്ടുള്ള കപ്പയാണെങ്കിൽ 2 വെള്ളമൊക്കെ ഊറ്റിയെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇത് നല്ല കപ്പയായണ്ട ഞാൻ ഒറ്റ വെള്ളത്തിൽ അങ്ങ് മതിയാക്കിയേ. അപ്പോൾ ഇനി നമുക്കൊരു മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണ 2 ടീസ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണ ഒന്ന് നല്ലപോലെ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നല്ലപോലെ ഒന്ന് പൊട്ടി വരട്ടെ. ഇപ്പോൾ നമ്മുടെ കടുകെല്ലാം പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കടുകെല്ലാം നല്ലപോലെ പൊട്ടിയതിന് ശേഷം നമുക്കതിലേക്ക് 1-2 തണ്ട് കറി ലീഫും 2-3 വറ്റൽമുളകില്ല ഉണക്കമുളകും കൂടെ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിലേക്ക് ഞാൻ ഒരു സവാള, നല്ലൊരു വലിയ സവാള ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ പല സ്ഥലത്തും പല രീതിയിലാണ് ഓരോന്നും ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്യുന്ന രീതിയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. എൻ്റെ വീട്ടിൽ ഞാൻ എങ്ങനെയാണോ ചെയ്യുന്നത് ആ രീതി മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. അപ്പോൾ ഒരുപാട് ഇങ്ങനെ മാറ്റി ചെയ്യാനൊന്നും പിന്നെ മാറ്റി നമ്മൾ ചെയ്യാറുണ്ട്, പല രീതിയിൽ ചെയ്യാൻ. അതാ പറഞ്ഞാൽ എനിക്കറിയാവുന്ന, ഞാൻ പഠിച്ചിട്ടുള്ളത്, എനിക്കിഷ്ടമുള്ളത് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. അപ്പോൾ വേറൊരു സ്ഥലത്ത് വേറൊരു രീതിയിലായിരിക്കും ചെയ്യുന്നത്. അതുപോലെ സംസാരവും നമ്മൾ പല ദേശത്ത് പല രീതിയിലായിരിക്കും ഓരോന്നിനും കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ ഉള്ളി ഒന്ന് വാടി വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള അരപ്പും കൂടെ തേങ്ങാക്കൂട്ടില്ലേ അതും കൂടെ ഇട്ട് കൊടുത്ത് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ഒഴിച്ച് ജാറൊന്ന് കഴുകി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ടത് നമുക്ക് വഴറ്റിയെടുക്കാം, മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇതിനാവശ്യമുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ അരപ്പിന് മാത്രം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് അടച്ച് വെച്ച് നല്ലപോലെ ഒന്ന് ആവി കയറി വരട്ടെ.
അപ്പോൾ ഈ അരപ്പിൻ്റെ എല്ലാം പച്ചമണം ഒന്ന് മാറിക്കിട്ടണം. നല്ലപോലെ ഒന്ന് മിക്സാക്കി തോർത്തിയെടുക്കുക. മൺചട്ടിയിലൊക്കെ വയ്ക്കുമ്പോൾ പെട്ടെന്ന് ഇതിൻ്റെ വെള്ളം എല്ലാം തോന്നു പോകും. നല്ല ചൂടല്ലേ ചട്ടിക്ക്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഊറ്റി വെച്ചിരിക്കുന്ന കപ്പ ഇട്ട് കൊടുക്കുക. കപ്പ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കണം. അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ചോറും മോര് കറിയും അതുപോലെ തന്നെ ഈ കപ്പയും വെച്ച് കഴിക്കാം. മാങ്ങാക്കറിയില്ല, മാങ്ങാക്കറിയും ചോറും കപ്പ തോരനും നല്ലതാണ്. അതുപോലെ തന്നെ അതല്ല, നമുക്ക് വൈകിട്ട് കട്ടൻ ചായയുടെ കൂടെയൊക്കെ ഈ തോരൻ ഇതുവേ വഴി കട്ടൻ ചായയും കൂട്ടി കഴിക്കാം. നല്ല ടേസ്റ്റാണ്. ഇഞ്ചിയുടെ മണവും ആ തേങ്ങാപ്പീരയുടെയും അതുപോലെ നമ്മൾ ചേർത്ത കറി ലീഫിൻ്റെ ഒക്കെ മണവും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ ഇതാ നല്ലപോലെ ഒന്ന് പരുവായി കിട്ടിയിട്ടുണ്ട്. കപ്പ ഒന്ന് വെന്ത് പൊടഞ്ഞ് പോയിട്ടുമില്ല. കാണാനും കഴിക്കാനും നല്ല ഭംഗിയാണ്. കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അടി പിടിക്കാതെ മാത്രം ശ്രദ്ധിച്ചാൽ മതിയാവും. തീയൊക്കെ ഇത് ചെയ്യുമ്പോൾ കുറച്ച് വെച്ച് ചെയ്യുക, അല്ലെങ്കിൽ അടിയിൽ തേങ്ങയൊക്കെ കരിഞ്ഞു പോകും. അപ്പോൾ കരിഞ്ഞ് അതിൻ്റെ ടേസ്റ്റൊക്കെ മാറും കേട്ടോ. ഇനി നമുക്കിത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വാങ്ങാം. അപ്പോൾ ഇപ്പോൾ അരപ്പിൻ്റെ ആ പച്ചമണം എല്ലാം മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതിപ്പോൾ വാങ്ങി വയ്ക്കുവാണ്. കണ്ടോ, നമ്മുടെ അടിപൊളിയായിട്ടുള്ള കപ്പത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഉണ്ടാക്കുന്നവരുണ്ട് ഉറപ്പായിട്ടും. മലയാളികളല്ലേ, പല രീതിയിലും ഫുഡ് നമ്മൾ പരീക്ഷിക്കുന്നവരല്ലേ, ഏത് രീതിയിൽ ചെയ്യാമെന്നൊക്കെ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു ഞാൻ വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെയും എല്ലാവർക്കും ബൈ.